ഹമാസിന്റെ ആ തീവ്രവാദം ഒരു പരിധിവരെ വിജയിച്ച തീവ്രവാദമാണ്. കാരണം അതിന്റെ ഇമ്പാക്റ്റുകൾ നോക്കുക. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പോലും ഹമാസിനെ എത്ര ഭീകരമായ രീതിയിൽ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ ഹമാസിന്റെ തീവ്രവാദം എല്ലാ അർത്ഥത്തിലും ഒരു പരിധിവരെ റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ വലിയ വലിയ പ്രചാരമുണ്ടായി. അത് മാത്രമല്ല അതിനെ ഇനി മാതൃകയാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ അടക്കം ഉണ്ട്, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പലപ്പോഴും പുറത്തു വരുന്നത്. കാരണം ഇപ്പോൾ നമുക്കറിയാം ഹമാസിന്റെ ആ അണ്ടർഗ്രൗണ്ട് ബങ്കറുകൾ അടക്കം, ആ ബങ്കറുകൾ എത്ര നോക്കിയിട്ട് അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇസ്രായേലിന്റെ ടെക്നോളജികളുണ്ട്. അതുപോലെ തന്നെ അത്രയും അഡ്വാൻസ്ഡ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച ആർമി എന്ന് പറയുന്നത് അമേരിക്കയുടെ ആർമിയാണ്. അമേരിക്കയുടെ ആർമിയെ കുറിച്ച് പറയുന്നത് പ്രാചീന ഇപ്പോൾ ലോകത്തിന്റെ ചരിത്രം തന്നെ എടുക്കുകയാണെങ്കിൽ ഇത്രയും ശക്തമായ ആർമി ഒരിക്കലും ലോകത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്. ഇപ്പൊ അലക്സാണ്ടറിന്റെ ആർമി ഉണ്ടായിരുന്നു, അതുപോലെ റോമാക്കാരുടെ ഉണ്ടായിരുന്നു, പിന്നീട് ഇപ്പം ഖാലിഫേറ്റിന്റെ തുർക്കിയുടെ ആ ഭാഗത്ത് അങ്ങനെയുള്ള ഒരുപാട് വലിയ ആർമികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആർമി അമേരിക്കൻ ആർമി, ഇപ്പോഴുള്ള അമേരിക്കൻ ആർമിയാണ് എന്നാണ് പറയുന്നത്. ആ അമേരിക്കൻ ആർമിയോട് കിടപിടിക്കുന്ന അതേ വെപ്പണുകൾ ഉപയോഗിക്കുന്ന അതേ സ്ട്രാറ്റജികൾ ഉപയോഗിക്കുന്ന സൈന്യമാണ് ഇസ്രായേൽ സൈന്യം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ശക്തമായ സൈന്യത്തിന് ഇത്രയും കാലമായിട്ടും ഈ അണ്ടർഗ്രൗണ്ട് ബങ്കറുകളടക്കം ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല, ഹമാസ് തീവ്രവാദികളെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ആ തലത്തിൽ വെച്ചാണ് അവരുടെ പരാജയത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ആ തലത്തിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഇസ്രായേൽ ആർമി പരാജയമായിരുന്നു ഗാസയിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ പരാജയം എന്ന് പറയുമ്പോൾ ഗാസ മുഴുവൻ ഇസ്രായേലിന്റെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു വസ്തുതയുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ആ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പിനെ ഇല്ലായ്മ ചെയ്യാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല ഇത്രയും നാളുകൾ എടുത്തിട്ടും എന്നുള്ളൊരു വസ്തു നിലനിൽക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു അർത്ഥത്തിൽ ഹമാസിന്റെ ടെററിന്റെ സ്ട്രാറ്റജികൾ വിജയിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഹമാസിന്റെ സ്ട്രാറ്റജികൾ, തീവ്രവാദത്തിന് വേണ്ടി ഉപയോഗിച്ച സ്ട്രാറ്റജികൾ തീർച്ചയായും പഠിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അതിന്റെ ചില ലക്ഷണങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തും കാണുന്നു. അതുപോലെ തന്നെ അൽഫലാ യൂണിവേഴ്സിൽ കണ്ടെത്തിയ ബങ്കറിന്റെ അടക്കം ഇപ്പോൾ ആ രീതിയിലാണ് ഉപയോഗിക്കപ്പെടുന്നത്, ആ രീതിയിലാണ് കണക്കാക്കപ്പെടുന്നത് എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹമാസിന്റെ തന്നെ ആ സ്ട്രാറ്റജികൾ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ ഇപ്പോൾ ഹമാസ് ഒരു രീതിയിൽ ഗാസയിൽ യുദ്ധം നടത്തുന്ന സാഹചര്യമുണ്ട്, ഇസ്രായേൽ സേനയോട് യുദ്ധം നടത്തുന്നു. അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് ബങ്കറുകൾ ഇപ്പോഴും ഇസ്രായേലിന്റെ ടെക്നോളജികളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ അറേബ്യൻ രാജ്യങ്ങൾ സംഘടിച്ച് ഈ ഗാസയിലെ ഹമാസിന് വേണ്ടി സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഹമാസിന് വേണ്ടി പലസ്തീൻ എന്ന പേര് പലസ്തീൻ എന്ന പേര് പറഞ്ഞു ഓർക്കുക. ഗാസയും വെസ്റ്റ് ബാങ്കും വ്യത്യസ്തമാണ്. വെസ്റ്റ് ബാങ്കിലെ ഔദ്യോഗികമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനവും അതുപോലെ തന്നെ ഈ ഹമാസിന്റെ ഇതും തമ്മിൽ വളരെ ഡിഫറന്റ് ആണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പലസ്തീന് വേണ്ടി എന്ന് പറഞ്ഞ് ഹമാസിന് വേണ്ടി ജയ് വിളിക്കുന്ന, ലോകത്തിനും എല്ലാ ഭാഗത്തും ജയ് വിളിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു, ചർച്ചകൾ നടത്തേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഇങ്ങനെ എല്ലാം ഉള്ള ഒരു മൊമെന്റം വെച്ച് നോക്കുമ്പോൾ ഒരു പരിധിവരെ ഹമാസിന്റെ തീവ്രവാദം വിജയിച്ചു എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ തീവ്രവാദത്തിന്റെ അനുരണനങ്ങൾ ഇനി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും അതിനൊരു അപവാദമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്ത്യ ഒരുപാട് കാലങ്ങളായിട്ട് തീവ്രവാദത്തിന് വളരെ വളക്കൂറുള്ള മണ്ണാണ്. സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഇതുപോലുള്ള വർഗീയ കലാപങ്ങൾ നടന്നിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ ഈ ബ്രിട്ടീഷുകാരുടെ തലയിലാണ് ഇതൊക്കെ കെട്ടിവെക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും അതിനും അപ്പുറത്ത് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപ് ഇവിടെ ഹിന്ദു മുസ്ലിം ലഹളകൾ നടന്നതിന്റെ റിപ്പോർട്ടുകൾ ഉണ്ട് എന്നുള്ള ചരിത്രമുണ്ട് എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അങ്ങനെ ഒരു സാധ്യത അവിടെ നിലനിന്നുകൊണ്ട് അവരതിനെ യൂസ് ചെയ്തു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അന്ന് കരുതി ആ സാധ്യതകൾ ഉണ്ടാക്കിയെടുത്തത് ബ്രിട്ടീഷുകാരാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നുള്ള ഒരു വസ്തുതയുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ അങ്ങനെയുള്ള ഒരു സാമൂഹിക ചരിത്രമുണ്ട്. കാരണം ഈ ഹിന്ദുവും മുസ്ലിമും തമ്മിലുള്ള ഒരു തമ്മിലടിയുടെ ചരിത്രം ഇന്ത്യക്ക് ഒരുപാട് വലിയൊരു ചരിത്രം, സെഞ്ചുറികളുടെ ചരിത്രം ഇന്ത്യക്കുണ്ട് എന്നുള്ളൊരു വസ്തുത നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങളെ കാണേണ്ടത്. എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ത്യയിൽ തീർച്ചയായിട്ടും തീവ്രവാദത്തിന് വളരെ ആഴമുള്ള വളക്കൂറുള്ള ഒരു മണ്ണ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ അൽഫലാഹ് യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നത്. അപ്പോൾ അൽഫലാഹ് യൂണിവേഴ്സിറ്റിയിൽ ഒരു സുപ്രഭാതത്തിൽ തീവ്രവാദം ഉണ്ടായതല്ല. ആ തീവ്രവാദത്തിന് ഒരുപാട് തീവ്രവാദത്തിന്റെ പല സ്ഥലങ്ങളിലും ഇതുപോലെ വ്യത്യസ്തമായ രീതിയിലുള്ള കാലഘട്ടത്തിനനുസരിച്ചുള്ള തീവ്രവാദത്തിന്റെ അനുരണനങ്ങൾ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ അൽഫലാഹ് യൂണിവേഴ്സിറ്റി ഇതുപോലെ ഒരു തീവ്രവാദത്തിന്റെ മൊഡ്യൂൾ രൂപപ്പെട്ടത് എന്നുള്ളൊരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ വരേണ്ടത്, ഇപ്പോൾ നോക്കുക, പി സ്കൂൾ കൊച്ചിയിൽ എറണാകുളത്ത് ഉണ്ടായിരുന്ന പി സ്കൂളിനെ അതിനെക്കുറിച്ച് അവിടെ പഠിപ്പിക്കുന്ന സിലബസിനെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, അന്വേഷണങ്ങൾ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം അവിടെ മതപരിവർത്തനം എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്ന സിലബസുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സിലബസുകളെ കുറിച്ച് ചോദ്യം ചെയ്ത ഘട്ടത്തിൽ
അതിന്റെ തന്നെ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞൊരു സാഹചര്യം, അതുപോലുള്ള വിഷയങ്ങൾ ആ കരിക്കുലത്തിൽപ്പെട്ട വിഷയങ്ങൾ പഠിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ട്. അപ്പൊ അങ്ങനെയെല്ലാം അതിനുശേഷം ഓർക്കുക, അതേ പി സ്കൂളിൽ നിന്നാണ് ഈ ഇങ്ങോട്ട് IS ചേരാൻ ആളുകൾ പോയത്. അതേ പി സ്കൂളിൽ നിന്ന് ആളുകൾ പോയി IS ചേരാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എത്രത്തോളം തീവ്രമായിട്ടാണ് ഇപ്പോൾ അവരാരും നമ്മുടെ കേരളത്തിൽ തീവ്രവാദം നടത്തിയില്ല, കേരളത്തിൽ പൊട്ടിത്തെറിച്ചില്ല എന്ന് പറയുമ്പോൾ പോലും ഇതുപോലുള്ള എത്രത്തോളം ആഴമായ തീവ്രവാദത്തെക്കുറിച്ച് എത്രത്തോളം ആഴമായ ഒരു അടുപ്പം ഉണ്ടായത് കൊണ്ടാണ് അവർ സിറിയയിലേക്ക് പോകാൻ തയ്യാറായത്, IS ചെയ്യാൻ തയ്യാറായത് എന്നുള്ളൊരു വസ്തുത നിൽക്കുന്നു. ഈ അടുപ്പം എങ്ങനെ ഉണ്ടായി? ഈ അടുപ്പം ഒന്ന് ചരിത്രപരമായി ഉള്ള മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു അടുപ്പമുണ്ട്. രണ്ട്, ഇവിടെ തീവ്രവാദം നർച്ചർ ചെയ്യാനും ഹാർബർ ചെയ്യാനുമുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ് ഇപ്പോഴും ഇന്ത്യയിൽ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്. കാരണം അതുപോലെ റാഡിക്കലൈസ്ഡ് ഉള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അവർക്ക് സംഘടിക്കുവാനുള്ള പല പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയെല്ലാം ഉള്ള ആളുകൾ പല സ്കൂളുകളും കോളേജുകളും നടത്തുമ്പോൾ ഇപ്പോൾ നമ്മൾ പറയും പല സ്കൂൾ, ഇപ്പൊ നമ്മൾ മലപ്പുറത്ത് തന്നെ ഇപ്പോൾ SDPIയുടെ അതും അല്ലെങ്കിൽ PFIയുടെ നേതൃത്വത്തിൽ നടത്തിയ പല ഇൻസ്റ്റിറ്റ്യൂഷനുകളെ കുറിച്ച് നമ്മൾ മുൻകാലങ്ങളിൽ ചർച്ച ചെയ്യുകയുണ്ടായി. അവിടെയെല്ലാം നടന്നുകൊണ്ടിരുന്നത് ഇതുപോലെ തീവ്രവാദത്തെ ഊട്ടി ഉറപ്പിച്ച് എടുക്കുവാനുള്ള, ആളുകളിലേക്ക് തീവ്രവാദം സ്പ്രെഡ് ചെയ്യാനുള്ള കാര്യങ്ങളായിരുന്നു നടന്നിരുന്നത് എന്നുള്ളത് പല കോണുകളിൽ നിന്നും അതിന്റെ കൃത്യമായ റിപ്പോർട്ടുകൾ വന്നതാണ്. NIA അടക്കമുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകൾ വന്നതാണ്, അന്വേഷണ സംഘങ്ങളിൽ നിന്ന് അതുപോലത്തുള്ള റിപ്പോർട്ടുകൾ വന്നതാണ്. അപ്പോൾ ഇതിന്റെ എല്ലാ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും കാലാകാലങ്ങളിൽ തീവ്രവാദത്തിന് വന്ന മാറ്റങ്ങളെല്ലാം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു തീവ്രവാദത്തിന്റെ ശൃംഖല നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്, അത് കേരളത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹമാസിന്റെ വിജയിച്ച പല സ്ട്രാറ്റജികളും ഹമാസിന്റെ ആരാധകർ കൂടുതലുള്ള ഒരു നാട്ടിൽ തീർച്ചയായും വരാനുള്ള സാധ്യതയുണ്ട്. അത് വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പോൾ അതുകൊണ്ട്, കാരണം ഗൾഫിൽ അടക്കം ജോലി ചെയ്യുന്ന ആളുകളിലേക്ക് ഇത് വളരെ വീരോചിതമായ ഒരു പ്രവൃത്തിയാണ് ആയിട്ടാണ് അവർ പലപ്പോഴും കണക്കാക്കുന്നത്. പലപ്പോഴും അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് അതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ മാധ്യമങ്ങളിലൂടെ അവരാൽ സ്വാധീനിക്കപ്പെടുന്ന മാധ്യമങ്ങളിലൂടെ ഹമാസിനെ കുറിച്ച് ഒരിക്കലും എതിർത്ത് പറയുന്ന സാഹചര്യമില്ല. അവരെ പോരാളികളായിട്ട് വിശേഷിപ്പിക്കുന്ന സാഹചര്യമാണ്. അവരെ നമ്മുടെ സമൂഹങ്ങളിലെ പല ജാഥകളിലും ഉയർത്തിക്കൊണ്ട് നടക്കുന്ന സാഹചര്യമാണുള്ളത്. നമ്മുടെ കൊച്ചുകുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ അവരെ ഉയർത്തിപ്പിടിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ തീർച്ചയായിട്ടും ഹമാസ് ഏത് തരത്തിലുള്ള തീവ്രവാദമാണ് കാണിച്ച്, ഏത് സ്ട്രാറ്റജിയാണ് അതിന് ഉപയോഗിച്ച്, അതേ സ്ട്രാറ്റജികൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ സമൂഹത്തിന് ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് മാത്രമാണ് നമുക്ക് പറഞ്ഞു വെക്കാൻ കഴിയുക.